പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഘടകസ്ഥാപനമായ പേരാവൂർ താലൂക്ക് ആശുപത്രി വികസനം മുന്നിൽ കണ്ടും ആരോഗ്യമേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകിയുമുള്ള ബജറ്റാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബൈജു വർഗീസ് അവതരിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. കുടിവെള്ളത്തിനാണെങ്കിലും കുടിവെള്ളത്തിന് മറ്റു പഞ്ചായത്തുകളിലൊക്കെ തന്നെ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന പഞ്ചായത്തുകളിൽ കുടിവെള്ളത്തിന് വേണ്ടി ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ കായിക മേഖല കോളേജ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ കായിക മേഖലയ്ക്ക് കുറച്ച് കുറഞ്ഞു പോയി, തീർച്ചയായിട്ടും അത് പരിഹരിക്കുന്നതായിരിക്കും. അതുപോലെ മറ്റെല്ലാ മേഖലകളിലും വന്യജീവി ആക്രമണത്തിനെതിരെ ഫെൻസിങ്ങിനുമായി ബന്ധപ്പെട്ട് ഫണ്ട് വനമേഖല പങ്കിടുന്ന പഞ്ചായത്തുകൾക്ക് ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ഡോക്ടർമാർ ഇല്ലാത്തതും അടിസ്ഥാന സൗകര്യ വികസനം നടക്കാത്തതും താലൂക്ക് ആശുപത്രിയുടെ വളർച്ചയെ തടയുന്ന കാര്യമാണെന്നും വികസനം ബ്ലോക്ക് പഞ്ചായത്തിന് വെല്ലുവിളിയാണെന്നും ബജറ്റ് ആമുഖത്തിൽ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഘടകസ്ഥാപനമായ പേരാവൂർ താലൂക്ക് ആശുപത്രി വികസനം മുന്നിൽ കണ്ടുകൊണ്ടും ആരോഗ്യ മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ടും മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആശുപത്രിക്കും ഡയാലിസിസ് യൂണിറ്റിനും മരുന്നുകൾ ലഭിക്കുന്നതിനും വേണ്ടി പരമാവധി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. എന്നാൽ പല ഡിപ്പാർട്ട്മെന്റുകളിലും ഡോക്ടർമാർ ഇല്ലാത്തതും അടിസ്ഥാന സൗകര്യ വികസനം നടക്കാത്തതും നമ്മുടെ ആശുപത്രിയുടെ വളർച്ചയെ തടയുന്ന കാര്യങ്ങളാണ്. അതിന് നമുക്ക് പരിഹാരം കാണുക തന്നെ വേണം. അങ്ങനെ ആശുപത്രി വികസനത്തിന്റെ പാതയിൽ എത്തിക്കുക എന്നത് ബ്ലോക്ക് പഞ്ചായത്തിന് വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. സാന്ത്വന പരിചരണ മേഖല, ദുരന്ത നിവാരണ സേന രൂപീകരണം, കാർഷിക മേഖല, വന്യമൃഗശല്യത്തിൽ നിന്നും കർഷകരെയും കാർഷിക വിഭവങ്ങളെയും സംരക്ഷിക്കുന്നതിനും ബജറ്റിൽ പ്രാമുഖ്യം നൽകിയിട്ടുണ്ട്.